പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നല്ലൊരു പ്രഭാതം ദൈവം ഇന്ന് പകൽക്കാലം നമുക്ക് തന്നല്ലോ. അത് ദൈവത്തിൻ്റെ വലിയ കൃപയാണ്, വലിയ കരുണയാണ്. ആകയാൽ ഇന്ന് പകൽക്കാലത്തെ ധ്യാനത്തിനായിട്ട് നമ്മൾ ഒരു വചനം വായിക്കുന്നു. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ്റെ വീട്ടിൽ ചെന്ന് അവൻ്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പ് ചെയ്തു വന്നതുപോലെ ദിവസവും 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. തനിക്കെതിരായി രേഖ എഴുതിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയതായ ദാനിയേൽ ലോകപ്രകാരമുള്ള ഒരാളുടെ അടുത്തേക്കും സഹായത്തിന് പോകാതെ താൻ ഓടി തൻ്റെ പ്രാർത്ഥനാ മുറിയിലേക്ക് ചെന്ന് പ്രാർത്ഥനയോടെ താൻ ദൈവസന്നിധിയിൽ കഴിച്ച ഒരു അനുഭവമാണ് നമ്മളിവിടെ വായിച്ചത്. ഒരു രാജ്യത്തെ രാജാവാണ് തനിക്കെതിരായിട്ട് രേഖ എഴുതിയിരിക്കുന്നത്. എന്നാൽ ദാനിയേലിനെതിരായിട്ടുള്ള കുറ്റം എന്താണ്? പ്രാർത്ഥിക്കുന്നു എന്നുള്ളൊരു കുറ്റമാണ്. പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഒരു കുറ്റമാണോ? കാരണം ശത്രുക്കൾക്ക് നമ്മുടെ പ്രാർത്ഥന അവർക്കതൊരു ബുദ്ധിമുട്ടാണ്. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, പ്രാർത്ഥന നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു പടിയാണ്. പ്രാർത്ഥനയാലും ഉപവാസത്താലുമാണ് നമുക്ക് പലതും നേടുവാൻ കഴിയുന്നത്. ഏത് പ്രതികൂലമായ സാഹചര്യത്തിലായാലും, ഏത് തകർന്നടിഞ്ഞ അനുഭവത്തിലായാലും അവിടെ നിന്നൊക്കെ നമ്മെ ഉയർത്തിക്കൊണ്ടുവരുന്നത് നമ്മുടെ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയാണ്. ഇവിടെ വലിയ ഒരു രേഖ എഴുതി വെച്ചിരിക്കുകയാണ്. എന്താ? രാജാവിനോടല്ലാതെ വേറെ ആരോടും പ്രാർത്ഥിക്കാൻ. അർത്ഥാൽ രാജാവ് വെച്ച ബിംബത്തോടല്ലാതെ അതിന് മുൻപിൽ ആരും മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ പാടില്ല. സ്വാഭാവികമായി ഇങ്ങനൊരു രേഖ എഴുതി എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഭയത്തോടെ ആ രേഖകളെ അനുസരിക്കാൻ നമ്മൾ ശ്രമിക്കും. എന്നാൽ ഇവിടെ ഒരു സാക്ഷ്യം, ദൈവത്തിൻ്റെ അഭിഷിക്തനായ ദാനിയേൽ തനിക്കൊരു പ്രാർത്ഥനാ മുറി ഉണ്ടായിരുന്ന പ്രാർത്ഥനാ മുറിയിലേക്ക് താൻ കടന്നു എന്ന് മുട്ടുമടക്കി. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ലോകം നിങ്ങൾക്കെതിരായി ചില രേഖകൾ എഴുതുമ്പോൾ, മനുഷ്യർ നിങ്ങൾക്കെതിരായി, നിങ്ങളുടെ കുടുംബത്തിനെതിരായി ചില രേഖകൾ എഴുതി വയ്ക്കും. എന്നാൽ ആ രേഖകളെ മാറ്റിമറിക്കുവാൻ കഴിയുന്ന ഒറ്റ ആയുധമേ ഉള്ളൂ, നമ്മൾ ദൈവസന്നിധിയിൽ കഴിക്കുന്ന പ്രാർത്ഥന. ദാരിയോവേശ് രാജാവിന്റെ രേഖയെ മാറ്റാൻ ദാനിയേൽ വേറെ ആരുടെയും അടുത്ത് പോയില്ല, രാജാവിനോട് റിക്വസ്റ്റ് ചെയ്തില്ല. എന്നാൽ അവൻ കയറിയത് തന്റെ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ രാജാവിന്റെ രേഖയെ മാറ്റിമറിക്കുവാൻ ദൈവം പ്രവർത്തിച്ചു എന്നുള്ളതാണ് സത്യം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി ചില രേഖകൾ മാറ്റി എഴുതാൻ പോകുകയാണ്. നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് പിശാച് എഴുതി വെച്ച ചില രേഖകൾ, നിങ്ങളുടെ തലമുറകളെ കുറിച്ച് പിശാച് എഴുതി വെച്ച ചില രേഖകൾ, നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ച്, നിങ്ങളുടെ ആത്മീക ഭൗമിക മണ്ഡലങ്ങളെ കുറിച്ച് എഴുതി വെച്ച പിശാചിന്റെ ചില രേഖകളെ ദൈവം മാറ്റിമറിക്കാൻ പോകുകയാണ്. അത് മാറ്റുവാൻ സാധിക്കുന്ന ഒറ്റ മേഖലയേ ഉള്ളൂ. ദൈവ പൈതലേ, നീ മുട്ടിന്മേൽ നിന്ന് ദൈവത്തോട് നിലവിളിക്കുക. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ദാനിയേലിന്റെ പ്രാർത്ഥന കേട്ട് സിംഹത്തിന്റെ ഗുഹയിൽ നിന്നും അവനെ പുറത്തു കൊണ്ടുവന്ന് അവനെതിരായി എഴുതി വെച്ച രേഖയെ മാറ്റിമറിക്കുക ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് ഓർമ്മയുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക. ആരൊക്കെ എന്തൊക്കെ നമുക്കെതിരായി പ്രതികൂലങ്ങൾ കൊണ്ടുവന്നാലും, എത്രയധികം തടസ്സങ്ങൾ കൊണ്ടുവന്നാലും, പൗലോസ് പറഞ്ഞതുപോലെ പറയണം, ഞാൻ എൻ്റെ ദൈവത്താൽ ഞാൻ എല്ലാ മതിലുകളും ചാടിക്കടക്കും. പ്രതികൂലങ്ങളെ അതിജീവിപ്പാൻ, പ്രയാസങ്ങളെ അതിജീവിപ്പാൻ, വേദനകളെ അതിജീവിപ്പാൻ, നിരാശകളെ അതിജീവിപ്പാൻ, തകർച്ചകളെ അതിജീവിപ്പാൻ ദൈവം നിങ്ങൾക്ക് ബലം നൽകും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ജീവിതത്തിനകത്തുള്ള ഞെരുക്കങ്ങളെ മാറ്റുന്ന ദൈവം, നിങ്ങളുടെ സങ്കടങ്ങളെ മാറ്റുന്ന ദൈവം, നിങ്ങൾ തളർന്നു പോകുന്ന ചില സാഹചര്യങ്ങളും നിങ്ങളുടെ കരത്തെ പിടിച്ച് ഉയർത്തുന്നവനായ ദൈവം. ആകയാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവിനെ പ്രേരിപ്പിക്കുന്ന നിങ്ങളോട് ധൈര്യത്തോടെ ഇരിപ്പാൻ പറയാൻ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ലോകം നിനക്കെതിരാകും, നിന്റെ ബന്ധുക്കൾ നിനക്കെതിരാകും, സഹോദരങ്ങളെ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്കെതിരാകും, നിങ്ങളുടെ ജീവിത പങ്കാളികൾ നിങ്ങൾക്കെതിരാകും, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെല്ലാം നിങ്ങൾക്കെതിരായി വന്നിരിക്കാം. പക്ഷേ ആരെല്ലാം എതിരായാലും
യേശു നിങ്ങൾക്ക് അനുകൂലമത്രേ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആരാണ്? ആകയാൽ ധൈര്യപ്പെടുക, വിശ്വാസത്തോടെ കർത്താവിനോട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്കെതിരായി, നിങ്ങളുടെ ജീവിതത്തിനും കുടുംബത്തിനെതിരായി ശത്രു ഏത് രേഖ എഴുതി വെച്ചിരുന്നാലും അതോർത്ത് നിങ്ങൾ വ്യാകുലപ്പെടേണ്ട, ഭയപ്പെടേണ്ട. സ്വർഗം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ആ ദൈവത്തിന്റെ പ്രവർത്തിക്കായി നിങ്ങളൊന്ന് കാത്തിരുന്നാട്ട് ദൈവം നിങ്ങളെ സഹായിക്കും.